ഹായ്, ഞാൻ സേഫാണ്. എന്നെ ആരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക, എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇനിയെങ്കിലും എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന്. ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മാറി നിന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ നിന്നൊരു വധഭീഷണി പോലും ഉണ്ടായതാണ്. സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമൊഴി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, അന്ന് പോലും സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആ രഹസ്യമൊഴിയുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും പോലും ഉണ്ടായത്. അതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി. അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക സത്യം തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. ഈ ഒരു പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റേ പന്തീരാങ്കാവ് കേസുണ്ടല്ലോ, മറ്റേ സ്ത്രീധനം ചോദിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ അതിന്റെ ഭർത്താവ് തല്ലി, രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി തല്ലി ഇടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസൊക്കെ കൊടുത്തിരുന്നുണ്ട്. ഈ കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലും പോലീസുകാർ ഇതിൽ ഇടപെടുന്നില്ലെന്നും അത് കോംപ്രമൈസ് ആക്കാൻ ശ്രമിച്ചെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരന്റെ ജോലി വരെ പോയി ഈ പെൺകുട്ടി കാരണം. അങ്ങനെ ഈ കേസൊക്കെ കുറെ കൊടുമ്പിരി കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പെൺകുട്ടിയുടെ സൈഡാണ് നിന്നത്. കാരണം ഇനിയൊരു പെൺകുട്ടിയും സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ മരിക്കരുത്, ഭർത്താവിന്റെ പീഡനം കാരണം മരിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ് നിന്നത്. ഇപ്പൊ വന്നിട്ട് പറയുകയാണ് അതെല്ലാം ഫോൾസ് അലിഗേഷൻ ആയിരുന്നു എന്ന്. പക്ഷെ ഈ ഫോൾസ് അലിഗേഷൻ ആണ് എന്ന് ഈ പെൺകുട്ടി പറയുമ്പോഴും ഇതില് മറ്റൊരു കാര്യം കൂടി കിടപ്പുണ്ട്. എന്തായാലും വീഡിയോ പോകെ ഞാനത് പറഞ്ഞു തരാം എന്താണ് സംഭവം എന്ന്. കാരണം ഈ പെൺകുട്ടി ഇതെല്ലാം ഫോൾസ് അലിഗേഷൻ ആണെന്ന് പറയുന്നതെങ്കിലും ഇതിൽ ഒരു കാര്യം സത്യമാണ്. ഇത് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. എനിവേ ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാം. വീഡിയോ നല്ല ലോങ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് നിമ. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക സപ്പോർട്ടില്ലായ്മ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറിക്കുമെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ.
സാധാരണ എല്ലാ പെൺകുട്ടികളും പറയുന്ന ഒരു കാരണം തന്നെയാണ് വീട്ടുകാരെ ബ്രെയിൻ വാഷ് ചെയ്തു, വീട്ടുകാർ ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. അത് തന്നെയാണ് ഈ പെൺകുട്ടിയും പറയുന്നത്. ഇപ്പോ വീട്ടുകാർ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നില്ലേ എന്നാണ് എനിക്ക് അറിയാത്തത്. ഇപ്പൊ വീട്ടുകാർ ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു പേടിയില്ലേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ പേടിയില്ലെങ്കിൽ അന്നും ആ പേടി മാറ്റി വെച്ചുകൊണ്ട് ഉള്ള സത്യം തുറന്നു പറയാമല്ലോ. വെറുതെ ആ പാവം ചെറുക്കൻ ജർമ്മനി വരെ കയറി അവിടെ പോയി ഒളിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. എനിവേ, രാഹുൽ അത്രയ്ക്ക് പാവമൊന്നുമല്ല, ഇതിനകത്ത് വേറെ സാധനങ്ങളുണ്ട്, വരുന്നുണ്ട്, ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി രാഹുലിന് വേറൊരു റിലേഷൻ അല്ല, ഒരു കല്യാണം ഉറപ്പിച്ചായിരുന്നോ, ആ പെൺകുട്ടി അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ലെന്നോ, ആ പെൺകുട്ടിയായിട്ട് ഒരുപാട് അടുത്തു പോയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ പറയുന്നുണ്ട്. രാഹുൽ നിരപരാധിയാണ് എന്ന് പറയുന്ന ഇതിന്റെ അകത്ത് ആ കഥ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, ഞാൻ അതും കൂടെ നിങ്ങളെ കാണിക്കാം. ആ പെൺകുട്ടി പറഞ്ഞല്ലേ, നമ്മൾ കേൾക്കാതെ പോകുന്ന മോശമല്ലേ. കല്യാണത്തിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം. അതെന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ, മെയ് 5-ാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല, ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടാടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5-ാം തീയതി കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. മാത്രമല്ല, അന്നെന്നോട് പറഞ്ഞു, അച്ഛനോടും അമ്മയോടും, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയോടും ഇങ്ങനൊരു മാരേജിൻ്റെ കാര്യം പറയണം നീ, അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടിയെന്ന് വെച്ചാൽ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും. അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു. അതായത് ഇങ്ങനൊരു മാരേജ് രാഹുലേട്ടൻ രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു. പറയേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ മെയ് 5. ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അറിയില്ല, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല. ഞാനാണത് പറയാണ്ടിരുന്നത്. പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. ഒരു പക്ഷെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ഒരു മാരേജ് മുടങ്ങിപ്പോയതിൽ രാഹുലേട്ടൻ മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് രാഹുലേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ നിന്നു. ഓക്കെ, ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യണ്ടടാ, ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അതെല്ലാം മാറിക്കോളും, അതെല്ലാം ശരിയായിക്കോളും, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ എന്നെ വിശ്വസിച്ച് പുള്ളി മെയ് 5-ാം തീയതി എന്നെ കല്യാണം കഴിക്കാനുണ്ടായത്. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രമേ, രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും, മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ ഡ്രസ്സും എല്ലാം, ഞാനിട്ട് എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തന്ന രാഹുലേട്ടനാണ്. എല്ലാ ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു. ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും തങ്കപ്പെട്ട ഒരു മനസ്സിനുടമയായിരുന്നു രാഹുലേട്ടായി. ആരും പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. എന്നാലും കുഴപ്പമില്ല. രാഹുലേട്ടായി ഇത്രയും തങ്കപ്പെട്ട മനസ്സിൽ നിന്ന് ഒരു കാര്യം ഇപ്പൊ വരുന്നുണ്ട്. അതായത് രാഹുലേട്ടായി കുറച്ചു നാൾക്ക് മുമ്പ്, അതായത് ഈ കേസൊക്കെ വന്നിരിക്കുമ്പോൾ രാഹുലേട്ടായി പേടിച്ചിട്ട് ജർമ്മനിക്ക് മുങ്ങിയായിരുന്നല്ലോ. മുങ്ങിയിട്ട് അവിടെ ചെന്നിട്ടൊരു വീഡിയോ ലൈവ് പോലെ കണ്ടു. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അവളെ തല്ലിയായിരുന്നു, ഞാൻ എവിടെ ഉള്ള സമ്മതിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. അതേ കാര്യം തന്നെ ഈ പെൺകുട്ടിയും സമ്മതിക്കുന്നുണ്ട്. രാഹുലേട്ടായി അന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഒരു ചെറിയ ഭാഗം, ഞാൻ തല്ലി എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. അവളെ തല്ലി എന്നുള്ളൊരു തെറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മോളെ തല്ലി എന്നുള്ളത് സത്യമാണ്. ഞാൻ അത് എവിടെ വേണമെങ്കിലും വന്ന് അംഗീകരിക്കാറുള്ള ഏത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം, അത് കുഴപ്പം. ഇതാണ് ആ ഭാഗം. രാഹുലേട്ടായി ഈ പെൺകുട്ടിയെ തല്ലിയിട്ടുണ്ട് എന്ന് സ്വയം സമ്മതിക്കുന്നുണ്ട്. അതിന് എന്ത് ശിക്ഷ വേണേലും മേടിക്കാന്ന് രാഹുലേട്ടായി പറയുന്നുണ്ട്. പക്ഷെ ശിക്ഷ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലേട്ടായി ജർമ്മനി പോയി ഒളിച്ചിരുന്നേ ഉള്ളൂ. ഇനി വേറെ നമ്മുടെ കാര്യമല്ല. അപ്പൊ ഇത്രയും നിഷ്കളങ്കനായ, ഇത്രയും നല്ല മനസ്സിന് ഉടമയായ രാഹുലേട്ടായി ഈ പെൺകുട്ടിയെ തല്ലിയിട്ടുണ്ട് എന്ന് ഈ പെൺകുട്ടിയും സമ്മതിക്കുകയാണ്.
പറയേണ്ട റീസൺ എന്നെ തല്ലി എന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ, തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു. അത് കോംപ്രമൈസ് ചെയ്തു. അപ്പൊ ഈ പെൺകുട്ടി രാഹുലേട്ടായി പ്യുവറാണ്, രാഹുലേട്ടായി നന്മയുള്ള മനുഷ്യനാണ്, നന്മ കുടമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും തല്ലി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഉള്ളത് തന്നെയാണ്. ആ ഒരു അലിഗേഷൻസ് കറക്റ്റ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്, അത് ഫോൾട്ട് ആയിട്ടുള്ള അലിഗേഷൻസ് അല്ല. ഇതിന്റെ അത് ഡൗറി കുത്തിക്കയറ്റിയത് വക്കീലിന്റെ അതിബുദ്ധി. വക്കീലെ കൊള്ളാം. എനിവേ, വക്കീലിന്റെ അതിബുദ്ധിയാണെന്ന് പറയുന്നു. ഡൗറി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ രാഹുലും മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് രാഹുലും ഈ പെൺകുട്ടിയും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ഫിസിക്കൽ അസൾട്ട് നടന്നിട്ടുണ്ട്, ഗാർഹിക പീഡനം. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തല്ലാൻ ഒരു ഭർത്താവിനും അവകാശമില്ല. എന്ത് കാരണത്തിനാണെങ്കിലും അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. രാഹുലേട്ടായി നന്മയുടെ മാടപ്രാവല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഈ പെൺകുട്ടി വല്ലാതെ രാഹുലിനെ വിളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും അവിടെ ഒരു ഫിസിക്കൽ അസൾട്ട് തന്നെയാണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി അവസാനം പറയുന്നുണ്ട്, അന്ന് അടിച്ചതിന്റെ ആ ദേഷ്യത്തിൽ ഞാൻ ഇതെല്ലാം കൂടെ വീട്ടുകാർ പറഞ്ഞപ്പോൾ ചെയ്തതെന്നും പറയുന്നുണ്ട്. വീട്ടുകാർ ബ്രെയിൻ വാഷ് ചെയ്തതെന്ന് ആദ്യം പറയുന്നെങ്കിലും ലാസ്റ്റിൽ അങ്ങനെ കൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാം. ലാസ്റ്റ് വരെ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ കേൾക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞൊന്നും വേറൊന്നുമില്ല, രാഹുലേട്ട അവിടെ ഒരു ഫിസിക്കൽ അസൾട്ട് നടന്നിട്ടുണ്ട്. ആ ഫിസിക്കൽ അസൾട്ട് നടന്നത് എങ്ങനെയാണ്, അതിന്റെ കാരണം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതും ആ പെൺകുട്ടി പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. അതായത് എന്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ മാട്രിമോണിയിൽ 1 വർഷം എനിക്ക് അക്കൗണ്ട് ഉണ്ട്, മാട്രിമോണിയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പരിചയപ്പെട്ടതാണ് ഇപ്പം ഈ പറയുന്ന രാഹുലേട്ടനും. പിന്നെ രാഹുലേട്ടൻ വന്നിട്ട് ഒരിടക്ക് വേറൊരു എൻഗേജ്മെൻറ്റ് അങ്ങനെ ഉറപ്പിച്ചു, ആ കല്യാണം ഉറപ്പിച്ചു, അങ്ങനെ പോയി. പിന്നെ അതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടതാണ് സന്ദീപ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് പേരെ ഞാൻ മാട്രിമോണിയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവരായിട്ടുള്ള ഒരു എന്താ പറയുക കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ പരിചയപ്പെട്ട ഒരാളാണ് സന്ദീപ് എന്ന് പറയുന്നത്. ആക്ച്വലി അയാളോട് ഞാനൊരു രണ്ട് മാസത്തിൽ കൂടുതലോളം ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട്. അത് രാഹുലേട്ടൻ രണ്ടാമത് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നെയാണ് അങ്ങനെ ഞാൻ സംസാരിച്ചു. പക്ഷെ എവിടെ ഒരു താല്പര്യക്കുറവ് എനിക്കുണ്ടായിരുന്നു ആ വ്യക്തിയായിട്ട്. അത് ഞാൻ അയാളോട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതും കല്യാണം പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതും ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു. അപ്പം അയാൾക്കൊരു ചെറിയൊരു ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് ആ ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് കോൾ എൻഡ് ചെയ്തത്. പിന്നെ പലപ്പോഴും കല്യാണം വിളിക്കണം എന്ന് തോന്നി, പക്ഷെ ഞാൻ കല്യാണമോട്ട് വിളിച്ചില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചു. അതും കഴിഞ്ഞിട്ട് പിന്നീടാണ് രാഹുലേട്ടൻ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് നമ്മൾ കല്യാണമൊക്കെ പ്രൊസീഡ് ചെയ്തത്. കല്യാണം പ്രൊസീഡ് ചെയ്തു. അതിന് ശേഷം അതായത് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പിക്ക് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ആ പിക്ക് കണ്ടിട്ടാണ്, അതായത് ഞാനും രാഹുലേട്ടനും കൂടി നിൽക്കുന്ന കല്യാണത്തിൻ്റെ പിക്ക് ഷെയർ ചെയ്തു. ആ പിക്ക് കണ്ടിട്ടാണ് സന്ദീപ് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നത്. തൻ്റെ കല്യാണം കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നതും തുടരെ എന്നെ കോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എൻ്റെ ഫോണിലുള്ള മെസ്സേജസും കോൾ ഹിസ്റ്ററീസും അത് കണ്ടപ്പോൾ എന്താ പറയുക, രാഹുലേട്ടൻ അത് സഹിച്ചില്ല. ഞാൻ രാഹുലേട്ടനെ ചീറ്റ് ചെയ്യാണോ എന്നതൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. ആക്ച്വലി അതെൻ്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. ഇൻറ്റൻഷനിൽ ഒരിക്കലും ഒരാൾ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ അത്രയും സിൻസിയറായിട്ട് തന്നെയാണ് ഞാൻ രാഹുലേട്ടനെ ഇഷ്ടപ്പെട്ടത്. ഒരിക്കലും ഇൻറ്റൻഷനിൽ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്സ് ഞാൻ അതായത് മാട്രിമോണി പരിചയപ്പെട്ട ആളുകൾ അവരെ ബ്ലോക്ക് ചെയ്യണമെന്ന്, അവരായിട്ടുള്ള ഒരു കോണ്ടാക്ട്സും കീപ്പ് ചെയ്യരുതെന്ന് രാഹുലേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ അനുസരിക്കാമെന്നും പറഞ്ഞു, പക്ഷെ ഞാനത് ചെയ്തില്ല. അതായത് ഞാൻ ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അപ്പം അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആളുടെ കോളുകൾ ഇങ്ങനെ വന്നു. അപ്പോൾ അത് രാഹുലേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെയാണ് ആ ഒരു മെസ്സേജും കോൾ ഹിസ്റ്ററിയും കണ്ടപ്പോഴാണ് രാഹുലേട്ടനത് ബുദ്ധിമുട്ടായിട്ട് തന്നെ അടിക്കുന്നത്. ഇതാണ് ആക്ച്വലി അടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഡൗറിയോ ഒന്നുമല്ല. 2 അടി തന്നെ അടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. കേസിന് കുറച്ച് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത്.
വേറെ ഒന്നുമല്ല. ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാഹുലേട്ടായി നേരത്തെ തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ തെറ്റിച്ചതിന്റെ പേരിൽ രാഹുലേട്ടായി ചെവിക്കല് തീർത്ത് 2 പടക്ക് 2 അടി അടിച്ചു. അല്ലാതെ രാഹുലേട്ടായി ഒന്നും ചെയ്തിട്ടില്ല. എന്റെ രാഹുലേട്ടായി വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ രാഹുലേട്ടായി അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. എന്തുവാടേ ഇത്? അവിടെ ഒരു ഫിസിക്കൽ അസൾട്ട് നടന്നിട്ടുണ്ടെന്ന് 2 പേര് സമ്മതിക്കുന്നുണ്ട്. ഇതിപ്പോ കാണുന്ന നമുക്ക് ഏതാണ്ട് ഭ്രാന്തുള്ള പോലാണ് എനിക്ക് തോന്നുന്നത്. ഇവർ പറഞ്ഞു വരുമ്പോ ഇവർ 2 പേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാഹുലേട്ടായി ആണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ 2 അടി അടിച്ചിട്ടുണ്ട് കേട്ടോ. രാഹുലേട്ടായി ഓർഡർ ഇട്ടായിരുന്നു. ഞാൻ ഓർഡർ അനുസരിച്ചില്ല. രാഹുലേട്ടായി 2 അടി എന്നെ അടിച്ചു. എന്തുവാടേ ഇതൊക്കെ? ഫിസിക്കൽ അസൾട്ട് അവിടെ നടന്നിട്ടുണ്ട്. ബാക്കി ഡൗറിയുടെ കാര്യം തെറ്റാണ്, അത് സമ്മതിച്ചു. പക്ഷെ ഫിസിക്കൽ അസൾട്ട് അവിടെ നടന്നിട്ടുണ്ട്. അത് ഉള്ള കാര്യമല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് ഫുള്ള് ഇല്ലാത്ത കാര്യമാവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അടിച്ചതിനുള്ള ശിക്ഷ എന്താണെങ്കിലും ഏറ്റുവാങ്ങാന്ന് പറഞ്ഞ രാഹുലേട്ടായി ജർമ്മനി ഇരിപ്പുണ്ട്. ഇനിയിപ്പോ ബാക്കി കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ അടിച്ചത് എങ്ങനെ വീട്ടുകാർ അറിഞ്ഞു എന്നുള്ളതാണ്. അത് ഈ പെൺകുട്ടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. കാരണം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അക്കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. എൻ്റേതായിട്ടുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ അതൊന്നും വരില്ലായിരുന്നു എന്ന് ഞാൻ പലപ്പോഴായിട്ടും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വക്കീലാണ് എന്നോട് ഇങ്ങനെ ഡൗറി ആഡ് ചെയ്യണം എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ അതായത് ഈ ഇങ്ങനെ അടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾക്കിങ്ങനെ ഒരു അടുക്കള കാണൽ ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് 26 പേരാണ് അന്ന് 26 പേര് രാഹുലേട്ടൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പം അന്ന് ലൈക്ക് നമ്മൾ ആക്ച്വലി കോംപ്രമൈസ് ചെയ്തതാണ്. ഞാൻ രാഹുലേട്ടനും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളത് സോൾവ് ആക്കിയതാണ്. എല്ലാം പോയിക്കോട്ടെ, എല്ലാം കഴിഞ്ഞതെല്ലാം പോയിക്കോട്ടെ, ഇനി നമുക്ക് ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം അത് എന്നോട് പറഞ്ഞു, എന്താണ് താഴത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ താഴത്തേക്ക് ഞാൻ ചെന്നു. പക്ഷേ ഇങ്ങനെ ഒരു അടിച്ചതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു മുഖത്ത്. അപ്പോൾ എന്താണ് അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ളവർ കണ്ടിട്ട് അവർക്കത് ഒരു ഡൗട്ട് തോന്നി. ഞാൻ അവരോട് ബാത്റൂമിൽ വീണതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ അടിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ അവരെന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് വീട്ടിലേക്ക്. എനിക്ക് സത്യം പറഞ്ഞ് ഒട്ടും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യം. എനിക്ക് ഒട്ടും തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെന്നെ ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ടുപോവാണ് ചെയ്തത്. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി, അതെൻ്റെ പാരൻസ് ഒരു പരാതി കൊടുത്തായിരുന്നു. പിന്നെ അതിനുശേഷം എന്നെയും രാഹുലേട്ടനെയും വിളിച്ചു പോലീസ്. എന്നിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ തിരിച്ച് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞത്. പക്ഷേ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ, വീട്ടുകാർ എല്ലാവരും കൂടെ വന്നിട്ട് പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനോ അമ്മയോ ബ്രദറോ ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞു. രാഹുലേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എനിക്ക് അവരുടെ കൂടെ തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ ഒരിക്കൽ പോലും രാഹുലേട്ടനെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. പക്ഷെ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്. സത്യത്തിൽ ഞാൻ ആദ്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതായത് എൻ്റെ ഫാമിലി ഒരു വക്കീലിനെ കണ്ടതും ഇങ്ങനെ കുറേ ഫോൾസ് അലിഗേഷൻസ് ആഡ് ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതും അങ്ങനെ ഒരു മൊഴിയൊക്കെ തയ്യാറാക്കി എന്നുള്ളതൊന്നും സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു A4 ഷീറ്റ് തന്നിട്ട് പറഞ്ഞു, നീ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ വായിച്ച് മീഡിയാസിന് മുന്നിൽ വന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാനതെല്ലാം വായിച്ച് അതുപോലെ തന്നെ ചെന്ന്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് മനസ്സോടുകൂടി ഞാൻ അഭിനയിക്കായിരുന്നു ശരിക്കും മീഡിയാസിന്റെ മുന്നിൽ. ഇപ്പോഴും ഇതൊക്കെ വന്നും പറയാൻ തോന്നിയല്ലോ. പാവം പോലീസുകാരൻ അങ്ങേറെ ജോലി വരെ തെറിച്ചെന്നാണ് വാർത്തക്കത്തോട് അറിയാൻ കഴിഞ്ഞത്. എന്തിനാണ് പാവം പോലീസുകാരൻ ഇങ്ങോട്ട് വലിച്ചഴിച്ച് അങ്ങേറെ ജോലി വരെ തെറിപ്പിച്ചത്? ആ തെറിക്കുന്നതിന് മുമ്പെങ്കിലും ഇതൊക്കെ ഇല്ലാത്തതാണെന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? പക്ഷെ എത്രയൊക്കെ ഇല്ലാത്തതാണെന്ന് പറഞ്ഞാലും ഫിസിക്കൽ അസൾട്ട് അവിടെ നടന്നിട്ടുണ്ട് കുട്ടി. അത് എന്താണ് കുട്ടി സമ്മതിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. 2 അടി അടിച്ചിട്ടുണ്ട് എന്ന് രാഹുലേട്ടൻ ഓർഡർ പാസ്സാക്കിയത് അനുസരിക്കാത്തതിന്. അതൊരു ഫിസിക്കൽ അസൾട്ട് തന്നെയാണ്. സ്വന്തം ഭാര്യയെ കെട്ടിക്കഴിഞ്ഞ് 3-ാമത്തെ ദിവസം തല്ലുക എന്ന് പറയുന്നത് ഫിസിക്കൽ അസൾട്ട് തന്നെയാണ്. ഒരു കുറ്റം രാഹുൽ അവിടെ ചെയ്തിട്ടുണ്ട്. അത് 2 പേര് സമ്മതിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിന്റെ അകത്ത് ആകപ്പാടെ ഫേക്ക് ആയിട്ടുള്ള ഡൗറി കേസ് മാത്രമേ ഉള്ളൂ. അത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് സമ്മതിച്ചു. പക്ഷെ ഫിസിക്കൽ അസൾട്ട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നും പറയുന്നു. ഇങ്ങോട്ട് കണക്ട് ആവുന്നില്ലല്ലോ ഒന്നും. പിന്നെ വീട്ടുകാരെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ വിസ്മയ കേസും അതുപോലത്തെ ഒക്കെ കേസുകളൊക്കെ നിൽപ്പുണ്ട്. പാമ്പിനെ വിട്ട് കടുപ്പിച്ച് കൊന്നതും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ സ്വയം ആത്മഹത്യ ചെയ്തതായിട്ടുള്ള ഒരുപാട് കേസുകൾ നിൽപ്പുണ്ട്. വീട്ടുകാർക്ക് പേടി കാണും. ഒരു പക്ഷേ എന്റെ കുഞ്ഞിനെ അവൻ തല്ലിക്കഴിഞ്ഞാൽ അവള് നമ്മൾ സപ്പോർട്ട് ഇല്ലാത്തതിന്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ കരുതി വീട്ടുകാര് തന്റെ കൂടെ നിൽക്കാൻ ശ്രമിച്ചു. തന്നെ ബന്ധത്തിൽ നിന്ന് വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. വീട്ടുകാരെ കുറ്റം എനിക്ക് പറയാൻ പറ്റൂല.
കാരണം വീട്ടുകാർക്ക് എപ്പോഴും തൻകുഞ്ഞ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. അപ്പോൾ വീട്ടുകാർക്ക് താൻ ജീവനോടെ ഇരിക്കണം, താൻ കടുങ്കയൊന്നും ചെയ്യരുതെന്നും എല്ലാം ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്റെ കൂടെ നിന്നു. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീട്ടുകാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അന്ന് വിസ്മയുടെ ഒക്കെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ കൂടെ നിൽക്കാത്തത് കൊണ്ട് മാത്രം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ അടി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നോർമലാണ്, കുട്ടി രണ്ടടിയൊക്കെ മേടിച്ചവിടെ നിൽക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ സ്വന്തം മകൾക്ക് വരരുത് എന്ന് കരുതിയാണ് ആ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രയും മോശമായിട്ടാണ് ഞാൻ രാഹുലേട്ടനെ കുറിച്ച് മീഡിയാസിന് മുന്നിൽ ചിത്രീകരിച്ചത്. അത് അത്ര എന്നെ സ്നേഹിച്ച് അത്ര എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ഹസ്ബൻഡിനെ അങ്ങനെ ഒരു മീഡിയാസിന് മുന്നിൽ എനിക്ക് പിക്ചറൈസ് ചെയ്യേണ്ടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മനസ്സിന്. എന്നൊരുപാട് അത് ഓർത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കയ്യിൽ നിന്ന് പറ്റിപ്പോയി, ഒരു തെറ്റ് കയ്യിൽ നിന്ന് എനിക്ക് പറ്റിപ്പോയി, അത്ര എനിക്ക് പറയാനുള്ളൂ. അന്ന് ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് ഇങ്ങനെയുള്ള നുണകളൊന്നും പറയാൻ പറ്റില്ല. എനിക്കിത് ആരോടും തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. അവരോട് ആരോടെങ്കിലൊക്കെ പറയണം എന്ന് തോന്നി പലപ്പോഴായിട്ടും, പക്ഷെ പറ്റിയില്ല. ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ലാസ്റ്റ് എനിക്ക് അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും, അങ്ങനെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു പല രീതിയിലും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ എനിക്കതെല്ലാം പറയേണ്ടി വന്നു. അങ്ങനെ പാരൻസ് പറയണ പോലെ എനിക്ക് ചെയ്യേണ്ടി വന്നു. ഞാനതുപോലെ തന്നെ പറഞ്ഞ് മീഡിയാസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കഴുത്തിലുണ്ടായ മാർക്കുകൾ അതെല്ലാം സത്യത്തിൽ അന്ന് എന്താ പറയുക, ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. എനിക്കവിടെ അഭിനയിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അവിടെ. എല്ലാവരും പറയണ കേട്ടിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്ത കഴുത്തിലെ മുറിവുകളൊക്കെ ഫോട്ടോ എടുത്തു ചെയ്യേണ്ടി വന്നു. അറിയില്ല, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്നെനിക്ക് പറയാനുള്ളത് രാഹുലേട്ടനോടാണ്. രാഹുലേട്ടനോട് ഒരുപാട് മാപ്പ്. പിന്നെ അടിച്ചു എന്നുള്ള പേര് വന്നു. പിന്നെ അടിച്ചപ്പോൾ എനിക്ക് ആ ഒരു സമയത്തുണ്ടായ ഒരു ബുദ്ധിമുട്ടും ആ ഒരു ഷോക്കും ആ ഒരു ദേഷ്യവും അതിൻ്റെ പുറത്താണ് ഇതെല്ലാം സത്യം പറഞ്ഞുണ്ടായത്. ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ എന്നെക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി അങ്ങനെ പറയണമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു. അതാണ് എൻ്റെ ഭാഗത്തുണ്ടായത്. എനിക്ക് മാപ്പ് തരണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളൂ. രാഹുലേട്ടനോടും രാഹുലേട്ടൻ്റെ ഫ്രണ്ട്സിനോടും രാഹുലേട്ടൻ്റെ ഫാമിലിയോടും എല്ലാവരോടും എനിക്ക്, രാഹുലേട്ടൻ്റെ അമ്മയോടും പെങ്ങളോടും എല്ലാവരോടും എനിക്ക്, ആരും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. എന്നോട് മാപ്പാക്കണം. ഈ ഒരു കേസിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്തേ പറ്റൂ. അറിയില്ല എങ്ങനെയാണ് ഇനി ഇതെല്ലാവരും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും എടുക്കുന്നതെന്നും എങ്ങനെയാണ് എൻ്റെ ഫാമിലി എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. വളരെ മോശം സിറ്റുവേഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അത്രയും ഉണ്ട് ബുദ്ധിമുട്ട്. അത്രയും ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് പറയാണ് രാഹുലേട്ടനോട്, രാഹുലേട്ടൻ്റെ ഫാമിലിയോട്, ഫ്രണ്ട്സിനോട്, എല്ലാവരോടും ഞാൻ മാപ്പ് പറയാണ്. എന്നാലും വീഡിയോ ഒരുപാട് നേരത്തെ വന്നുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എനിവേ രാഹുലേട്ടൻ ഈ മാപ്പ് എടുക്കുമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുട്ടി ചെയ്തത് പകുതി തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ, മുഴുവൻ തെറ്റാണെന്ന് പറയില്ല. കാരണം അവിടെ ഫിസിക്കൽ അസൾട്ട് നടന്നിട്ടുണ്ട്, രാഹുലേട്ടായി നിന്നെ തല്ലിയിട്ടുമുണ്ട്. അപ്പോ പകുതി മാത്രം ഫോൾസ് ആണ്, ബാക്കി പകുതി ഉള്ള കാര്യം തന്നെയാണ്. അത് രാഹുലേട്ടായി ചെയ്തൊരു തെറ്റ് തന്നെയാണ്. അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടായി നിയമപരമായിട്ട് നേരിടുക തന്നെ വേണം. ഈ കേസ് സ്വമേധയാ പോലീസ് അന്വേഷിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും രാഹുലേട്ടായിക്ക് തന്നെ തല്ലിയതിനുള്ളത് കിട്ടും, ഉറപ്പാണ്, നിയമപരമായിട്ട് കിട്ടും. കാരണം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കേസില്ലെങ്കിൽ പോലും ഉപദ്രവിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് നിയമപരമായിട്ട് തെറ്റായതുകൊണ്ട് തന്നെ രാഹുലേട്ടായിക്ക് എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ട് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. പിന്നെ ഈ കുട്ടി ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് കുട്ടികളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഉള്ളൊരു കാര്യം പോലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിച്ചില്ല എന്ന് വരും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ നാട്ടുകാർക്കിടയിൽ. അതുകൊണ്ട് ഇനിയിപ്പോ രാഹുൽ തല്ലിയാലും തനിക്കത് തുറന്നു വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞാലും ചിലപ്പോൾ നാട്ടുകാർ വിശ്വസിച്ചില്ല എന്ന് വരും. അങ്ങനെയുള്ള ചില കേസുകളുണ്ട്. അതാണിപ്പോ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. സത്യം തുറന്നു പറയണ്ടായിരുന്നു എന്നല്ല, പക്ഷെ കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു. ഇനി ഒരുപാട് വൈകിപ്പോയി. ഒരു പോലീസുകാരന്റെ ജോലിയൊക്കെ പോയി. വളരെ മോശമായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.